അങ്ങനെ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം എടുത്തു ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. കടലമാവ് 5 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 ടേബിൾ സ്പൂണിന് പകരം 2 ടീസ്പൂൺ അരിപ്പൊടി വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മൾ 5 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്തു. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണും ആക്കിയിട്ട് അരിപ്പൊടി കൂട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. 1 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി സ്നാക്സാണ് കേട്ടോ. മക്കൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. ഇത് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് 2 സവാള ചെറുതായി കുത്തി എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്ത് വേവിച്ച് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളൊരു വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെറൈറ്റി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് നമ്മൾ ചെയ്യുന്നതൊരു വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3-4 അല്ലി, 2-3 പച്ചമുളക്, മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേറെ പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. ഒരു കോഴിയുടെ മുട്ട, കോഴിയെ പിടിക്കുന്നു, മുട്ട ഇടിക്കുന്നു, ഒഴിക്കുന്നു. ഒരു കോഴിയുടെ മുട്ട ഇത് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഇങ്ങനെയാക്കി എടുക്കാം. ഇത് നമുക്ക് അളവുകൾ കുറയ്ക്കുകയും കൂട്ടുകയും 2 കോഴിമുട്ട വേണമെങ്കിൽ ആക്കുകയൊക്കെ ചെയ്യാം. നല്ല മൊരിഞ്ഞ ചിക്കൻ വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ വട ഉണ്ടാക്കുകയാണ് കൂട്ടുകാരി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കറിവേപ്പിലയും മല്ലിയില കുറച്ച് ഉണങ്ങിപ്പോയി കേട്ടോ. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഞവടി പിടിക്കണം കേട്ടോ. നന്നായിട്ട് ഞവടി പിടിക്കണേ. അപ്പോൾ നല്ല സൂപ്പറായിട്ട്, അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഞവടി പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ചെയ്ത് നോക്കണേ. ചിക്കൻ വട ഉണ്ടാക്കാം. ചിക്കൻ വട ഉണ്ടാക്കുകയാണ് കൂട്ടുകാരി. ചിക്കൻ വട വെച്ചൊരു സ്നാക്സാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമാകും സ്നാക്സാണ്. സുഖമല്ലേ? ഇവിടെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടാ. അതിൻ്റെ നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്ത് പൊടിച്ചാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. നല്ല ചുരിദാറൊക്കെ ഇട്ടോട്ട് തിന്നൂടെ? ഞാൻ ഈ വീഡിയോ ഇതേപോലെ അപ്ലോഡ് ചെയ്യാനിരിക്കുകയാണ്. പുറത്തത്രയും കുറച്ച് കുറേ എണ്ണം കോരി ഒഴിച്ചിട്ട് നിൽക്കുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളൊരു വട അതിലോട്ട് ഇടുകയാണ്. ഒരു വട ഇടൂ മോളെ. ഒരു തരം ഒന്ന് ആ സംഭവം മറ്റൊന്ന് നീക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ചായക്കടക്കാരൻ്റെ മക്കളാണ്. എന്നിട്ട് അതിനൊരു ഐഡിയ ഇല്ല. എന്നിട്ടെന്തൊരു കാര്യം ഒന്നുകൂടെ. ചായക്കടക്കാരൻ സതീശൻ്റെ മക്കൾ. ചായക്കടക്കാരെ പൈസ എടുക്കാനും തിന്നാനും മാത്രമേ ആയിട്ടുള്ളൂ. അതെ. ഒരെണ്ണം കൂടെ ഇടാം മോളെ. ചിക്കൻ വട. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ. ഞാൻ ഇന്നലെ കഫ്താൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ഇട്ടേക്കുന്ന കഫ്താൻ പോലെ ഒരു കഫ്താൻ ഇവക്കും മേടിച്ചു. ഇവളിട്ടിട്ടില്ല. ഇടുന്ന ഡൈറ്റ് അത് കുത്തായിരിക്കും. ഇപ്പം അത് തന്നെ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്ന ഡ്രസ്സല്ലേ ഇതൊന്നും. നോക്കൂ, മോശം. കഫ്താനൊക്കെ ഇടണം, ചുരിദാർ ഇടണം. ഓക്കെ. ചിക്കൻ വട ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മൊരിയണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കണം. തീ കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വരും. രണ്ടാമത്തെ സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ 5 എണ്ണമാണ് ഒരുമിച്ചിട്ടത്. ഒന്നും കൂടെ വേണമെങ്കിൽ ഇടാം.
ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മളുടെ ചിക്കൻ വട ഇവിടെ റെഡിയാണ്. ചിക്കൻ വടയും വെറും ചായയും അല്ലേ? ആണോ? ബില്ലി പുറത്താണ്. അവനെ അകത്ത് കയറ്റിയുള്ള കളി നമ്മളുടെ ഇല്ല. അവന് വീടിനകത്ത് കയറ്റില്ല. ബില്ലിടാ, പൂച്ചയെ അകത്ത് കയറ്റരുതെന്ന് ഇന്നൊരാളെ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ചേട്ടൻ. പൂച്ചയെ അകത്തൊന്നും കയറ്റരുത്, പൂച്ചയെ പുറത്ത് നിർത്തിയേക്കണമെന്ന്, പുറത്തേ നിർത്താവണമെന്ന്, പൂച്ചേനെ ഒന്നും അകത്ത് കയറ്റരുതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ വട റെഡി. കാക്കച്ചി പറയൂ ചിക്കൻ വടയെ കുറിച്ച്. ചിക്കൻ വട സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയാണ്. കഴിച്ചില്ലല്ലോ നിങ്ങള്? ഒരെണ്ണമൊന്നും ഇല്ല, തിരുപ്പൂലം. വെറും ചായ എടുത്തോ? കഴിച്ചിടത്തോളം സൂപ്പർ. ചിക്കൻ വട എടുത്ത് കൊടുക്കൂ. ഒരു ചിക്കൻ വട തണുത്തത് ചിക്കൻ വട. ആ, ഈ ആളെന്നെ വഴക്ക് പറയുകയാ, നീ ഒരു പാത്രം കൊണ്ടുപോയി. എന്നെ വഴക്ക് പറഞ്ഞ കാക്കച്ചിയോട് എന്താണ് പറയാനുള്ളതെന്ന് വ്യൂവേഴ്സ് പറയട്ടെ. ഒരാളിന്ന് ചോദിച്ചേ, ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ, എന്തെങ്കിലും വയ്യാഴികയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു വയ്യാഴികയൊന്നുമില്ല എന്ന് പറഞ്ഞു, വീൽ ചെയർ യൂസറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? വയ്യാഴികയില്ല, നമ്മളെ കാലമൊക്കെ ആവതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അല്ല അങ്ങനത്തെ ആവതല്ല, ശരീരത്തിന്റെ നമ്മളെ കാലമൊക്കെ സ്ട്രോങ് ആണ് താങ്കൾ. ഇന്ന് പറയാൻ പറഞ്ഞു. അതിൽ കൂടുതൽ എന്തിനാണ് ഇനി പറയാനുള്ളത്? ഞാൻ പറഞ്ഞോ? ആ, ചിക്കൻ വട കഴിക്ക. എങ്ങനെയുണ്ട്? പൊളിയാണോ അതാ ആവറേജാണോ? തന്നെ ഞാൻ കഴിച്ചില്ല, എനിക്ക് BP ആയതുകൊണ്ടേ കഴിക്കണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറ ഓഫാക്കിയിട്ട് കഴിക്കരുത്. ഞാൻ ഇപ്പം കഴിക്കും. കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ.